ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താങ്ക് യു സോ മച്ച്. വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇല്ല, നിങ്ങൾ കണ്ടിന്യൂസ്ലി കാണുന്ന ആൾക്കാരാണ്, ഓൾറെഡി സബ്സ്ക്രൈബറാണ്, കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക്. ഒരുപാട് സന്തോഷം വീണ്ടും റീകണക്ട് ചെയ്തതിൽ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ എപ്പോൾ ലൈവ് വരുമെന്ന് എനിക്ക് എന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സീരിയസ്ലി ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ വന്ന ടൈം ഞാനേ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടായി. ലൈക്ക് ഒരു എന്താ പറയുക, ലൈവ് വരണമെന്ന്. സോ ഞാൻ വന്നു. ഒരുപാട് കുറേ പേര് കണക്ട് ചെയ്തു, ഇല്ല എന്നല്ല, ഒരിക്കലില്ല ഞാൻ പറയില്ല. പക്ഷേ എന്നാലും മെജോറിറ്റി ഒരുപാട് പേരുടെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരെ ഞാൻ അതിനകത്ത് കണ്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഓൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ എന്തോ സംഭവമില്ലേ, അത് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓൺ ചെയ്തേക്കണേ. കാരണം എപ്പോഴാണ് ഞാൻ വരുന്നത് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ നേരത്തെ ലൈവ് വരാൻ പോകുന്നൊക്കെ എഴുതാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഞാൻ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് വരണം എന്ന്. അപ്പം അന്ന് അങ്ങനെ ലൈവ് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ കൂടി ഇൻഫോം ചെയ്യാൻ എനിക്ക് അതോടുകൂടി ആ ഒരു എനർജി അങ്ങ് പോയി. ലൈക്ക് നമ്മൾ നേരത്തെ കൂടി ഇൻഫോം ചെയ്ത് നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് ആണ് തരുന്നത്. അപ്പം അത് പറ്റുന്ന കാര്യങ്ങൾ മാത്രം കമ്മിറ്റ്മെന്റ് തരിക അല്ലേ. അപ്പം അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ. കാരണം ഞാൻ എന്തായാലും വീക്ക്ലി വൺസ് എങ്കിലും ഒരു ഫ്രീ റീഡിംഗ് എന്ന് ഉള്ളൊരു കോൺസെപ്റ്റ് വരുന്നില്ല. 1 കാർഡ് അല്ലെങ്കിൽ മാക്സിമം 2 എന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് വീക്ക്ലി വൺസ്. അപ്പം ഫ്രീ റീഡിംഗ് ആണ്. ഞാൻ അതിനകത്ത് എനർജി എക്സ്ചേഞ്ച് ഒന്നും ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല, ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് എനിക്ക് എനർജീസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ ഞാൻ തിരിച്ച് ഉറപ്പാണ്, സത്യമാണ്. ഞാൻ ഈ പറഞ്ഞ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ കണക്ഷൻസ് ഫീൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. എനിവേ, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തായാലും റീഡിങ്ങിലോട്ട് പോവാം. വേറെ ഒന്നുമല്ല, ഏത് പർട്ടിക്കുലർ ഗോഡസ് ആണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജി, എന്താ പറയുക, കറണ്ട് ആയിട്ടുള്ള നിങ്ങളുടെ ഓരോ കാര്യത്തിനും എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്? ഗോഡസ് ഗൈഡൻസ് അല്ലെങ്കിൽ ഗോഡസ് മെസ്സേജ് ആണ്. ഏത് ഗോഡസ് ആണ് നിങ്ങൾക്ക് മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, വോയിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഈ രാത്രിയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം എൻ്റെ എനർജിയൊക്കെ കഴിഞ്ഞ് ഞാൻ മാക്സിമം എൻ്റെ എനർജി ഇട്ട് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഡിസേൺമെന്റ് വെച്ച് തന്നെ കാണുക റീഡിംഗ്. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. വാവ്, High Priestess, you have divine knowledge that can help others through your spiritual teaching. Great. Diana, focused intention. Keep your unwavering thoughts, feelings, and actions focused on your target, and you will make your mark. Uh, Diana and Diana, right? എനിക്കൊരു കാര്യം നിങ്ങളിൽ ഒരുപാട് പേരുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിൽ പല ആൾക്കാരും ഉറപ്പായിട്ടും നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലാണ്. ഓക്കെ, എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ പറയില്ലേ, നമ്മുടെ ഓരോരുത്തരും ജേർണി പോലെ ഇരിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു കണക്ഷൻ എത്രത്തോളം എത്തി എന്നുള്ളത് പല ആൾക്കാർക്കും ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, ഡിവൈൻ പാത്ത് അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് റിലേറ്റിംഗ് ടു ഡിവിനിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിവിനേഷൻ ടൂൾസ് വെച്ചിട്ടുള്ള ഒരു ഡിവൈൻ പർപ്പസ് ഞാൻ പല ആൾക്കാരും കാണും. കാരണം ഹൈ പ്രീസ്റ്റസിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ ഡിവൈൻ കണക്ഷനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അപ്പം ഡിവൈൻ കണക്ഷൻ സൂചിപ്പിക്കുന്ന കാർഡ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്. ഓക്കെ, അത് ട്രസ്റ്റ് ചെയ്യുക. അതിന് വേണ്ടുന്ന ഇപ്പം നിങ്ങൾ പല ആൾക്കാരും എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. ആരെങ്കിലുമൊക്കെ നമ്മുടെ ലാപ്പിസ് ലസൂലി ഇദ്ദേഹം, ഓക്കെ, ഇദ്ദേഹമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണക്ട് ചെയ്യണേ. ലാപ്പിസ് ലസൂലി നമ്മുടെ ത്രോട്ട് ചക്രയ്ക്ക് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്ന ആളല്ല.
ക്രിസ്റ്റൽസിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ 444 നമ്പറും നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ കണ്ട നമ്പറാണ് 444 എന്ന് പറയുന്നത്. ആ നമ്പർ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഈ ലാപ്പിസ് ലസൂലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട് ചക്രയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ചില സമയത്തൊക്കെ ഇതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യും. ലൈക്ക് എൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. എന്തോ എനിക്കിതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്റ്റൽസ് കാണുമ്പോൾ കണക്റ്റ് ആവും. ഒരുപാട് പേർക്ക് കണക്റ്റ് ആവും, ചില ആൾക്കാർക്ക് അത് കണക്റ്റ് ആവില്ല. ക്രിസ്റ്റൽസ് ആണെങ്കിലും ക്രിസ്റ്റൽസിൻ്റെ എനർജീസുമായിട്ടൊന്നും കണക്റ്റ് ആവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക, ലാപ്പിസ് ലസൂലി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങുക. ചെറിയ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ കുഞ്ഞ് സ്റ്റോൺ. എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ കുഞ്ഞ് സ്റ്റോണും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്ന ആളാണ്. കാരണം ഓഫ് കോഴ്സ് നമ്മളിപ്പം ആഗ്രഹിക്കുന്നുണ്ടാകും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ്, പക്ഷെ അതുപോലെ ചിലപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓൾറെഡി ത്രോട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്, ഒന്നും പറയാനില്ല. അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പലയിടത്തൊക്കെ പോകുമ്പോഴൊക്കെ ആവശ്യമാണ്, പലയിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിചാരിക്കുന്ന രീതിയിൽ, അതൊരു പ്രൊട്ടക്ഷൻ്റെ ക്രിസ്റ്റലും കൂടെയാണ് കേട്ടോ ലാപ്പിസ് ലസൂലി. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുമായിട്ട് കണക്ട് ചെയ്യുക. ഫോക്കസ്ഡ് ഇൻറ്റൻഷൻ്റെ കാർഡ് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ മാത്രം എനർജി കൊടുക്കുക. ആഗ്രഹിക്കാത്ത കാര്യത്തിന് എനർജി കൊടുക്കരുത്. ഓക്കെ, ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അത്രയും എനർജിയോട് കൂടി ഫോക്കസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ആവും. അല്ലാണ്ട് ഈ കാർഡ് വരുമ്പോഴത്തേനും ഇന്ന് എനിക്ക് പേഴ്സണൽ റീഡിങ് കിട്ടിയ ഒരു കാർഡാണ് ഓർമ്മ വന്നത്, ഹോറസിന്റെ കാർഡ്. ഓക്കെ, നമ്മുടെ തോട്ട്സ് ഭയങ്കര പവർഫുൾ ആണ്. അത് എപ്പോഴാണ് അത്രയും പവർഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല ആൾക്കാരും മെഡിറ്റേഷൻസും സപ്ലിമെന്റ്സും ഒക്കെ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ആ ചേഞ്ചസ് വരുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനർജീസ് മാറി മറിയും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല മൂഡിലായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ അത് നമ്മൾ ഒരിക്കലും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഓക്കെ, ഐസിസ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതൊക്കെ കണക്ട് ആവുന്ന ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഐസിസിന്റെ കാർഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാർത്തു ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ കാർത്തുവിന് റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ് കേട്ടോ. പാസ്റ്റ് ലൈഫ്, ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് യുവർ പാസ്റ്റ് ലൈഫ് മെമ്മറീസ്. ഡെഫിനറ്റ്ലി ഐസിസുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക്, എനിക്കറിയില്ല എത്ര പേർക്ക് ഉണ്ടാവുമെന്ന്, എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്ന്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ദഹിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ഐസിസിൻ്റെ കേസൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല, അവിടെ വെച്ച് നിങ്ങൾക്ക് കണക്ഷൻ കട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിർബന്ധിക്കരുത് കാണുന്ന കാർഡ്സ് എല്ലാമായിട്ട് കണക്റ്റ് ആവാൻ. അതേസമയം നിങ്ങൾക്ക് ഈ കാർഡ് കണ്ടപ്പം പാസ്റ്റ് ലൈഫ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഉറപ്പായിട്ടും ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈ ജന്മം വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞും അറിയാത്ത കാര്യങ്ങളൊക്കെ പലതും നമുക്കറിയാം. നമ്മൾ അറിയാണ്ട് പലപ്പോഴും തെറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് വരാം. ഓക്കെ, പല സിറ്റുവേഷൻസും നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു, അല്ലെ എന്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് എന്താ പറയുക റിലേഷൻഷിപ്സിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ജോബിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ ചില കാര്യങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ പാസ്റ്റ് ലൈഫായിട്ട് കണക്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിൻ്റെ എനർജി എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. പ്ലസ് ഐസിസ്, ഇത് ഈജിപ്ഷ്യൻ ഗോഡസ് ആണ്. ബാക്കി രണ്ട് കാർഡ്സിനേക്കാളും എനിക്ക് ഐസിസിൻ്റെ അടുത്തൊരു കണക്ഷൻ കുറച്ച് കൂടുതലാണ്. കാരണം ഞാൻ പുള്ളിക്കാരത്തിയായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആയതും എൻ്റെ ആ ഒരു സ്പിരിച്വൽ ജേർണി തുടങ്ങിയ സമയത്താണ്. എനിക്ക് അറിയില്ലായിരുന്നു ഈജിപ്ഷ്യൻ ഗോഡസിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഐസിസ്, ഹോറസ്, ഒസൈറിസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പറയല്ലേ ഗോഡസസിന്റെ നെയിം വന്നതിന് ശേഷമാണ് ലൈക്ക് എന്താണ് ഈജിപ്തിലെ ഈ പറഞ്ഞ പോലെ ഫറോസൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇതൊന്നും നിങ്ങളെ കമ്പൽ ചെയ്യുന്ന കാര്യമല്ല, എനിക്ക് കിട്ടിയ കാര്യങ്ങൾ, എനിക്കുള്ള മെസ്സേജസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഒരു സാധനവും റെസണേറ്റ് ആവില്ല. ഓക്കെ, പിന്നെ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഇത് നിങ്ങളുടെ കുറച്ചുകൂടെ ഈ ജേർണിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതേ എന്താ പറയുക
റീഡിങ് നിങ്ങളുടെ അടുത്ത് റാൻഡമായിട്ട് പിന്നെയും വരുന്നുണ്ടെങ്കിൽ, പോപ്പപ്പായി വരുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എൻ്റെ ടൈംലെസ് റീഡിങ്സ് എന്തായിരുന്നാലും ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പോപ്പപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ടൈംലെസ് മാത്രമല്ല പൈൽ റീഡിങ്സ് ആയിരുന്നാലും അത് നിങ്ങൾ കാണണേ. കാരണം അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനമായിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കാരണം ചില റീഡിങ്സ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2-3 പേരുണ്ട്. അപ്പോൾ അവരുടെ റീഡിങ്സോട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാനത് വിട്ടുകളയാറുണ്ട്. ഞാൻ ഫുള്ള് കേൾക്കില്ല. കാരണം നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ടാരോ റീഡിങ്സ് കാണുമ്പോൾ നമ്മുടേതല്ലാന്ന് തോന്നുന്ന ഒരു സാധനം നമ്മുടെ ആക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇത് കളക്റ്റീവ് റീഡിങ് ആകുമ്പോൾ 1-2 പേരല്ല കാണുന്നത്. ഓക്കെ, അപ്പം കാണുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും മെസ്സേജ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് റെസനേറ്റ് എല്ലാം എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടല്ല കാണേണ്ടത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. കാരണം ഇത് കളക്റ്റീവ് ആകുമ്പോഴത്തേനും 1-2 പേരുടെ എനർജീസോ അല്ലെങ്കിൽ ഡയറക്റ്റ് 1-to-1 എനർജീസ് ഒന്നും അല്ല കണക്ട് ചെയ്യുന്നത്. ഇതൊരു കളക്റ്റീവിന്റെ എനർജിയാണ്. ചിലപ്പോൾ ഇപ്പം 1000 പേരായിരിക്കും കാണുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് 3000-4000 പേരിലേക്ക് എത്തും. ആ 4000 പേർക്കും എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് കിട്ടും. അതാണ് ഈ റീഡിങ്ങിന്റെ ഒക്കെ പ്രത്യേകത അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ റീഡിങ്ങിൽ ഈ ഐസിസം ഒന്നും കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, പാസ്റ്റ് ലൈഫായിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ കമ്പൽ ചെയ്യില്ല. പറഞ്ഞ പോലെ ജസ്റ്റ് കേട്ടുപോകും. പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ ഈ സെയിം റീഡിങ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡെപ്തിലിരുന്ന് കേൾക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. ബോട്ടം ഓഫ് ദ ഡെക്ക്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്, ഇമ്പോർട്ടൻറ്റ് ഡോർസ് ആർ ഓപ്പണിംഗ് ഫോർ യു റൈറ്റ് നൗ, വോക്ക് ത്രൂ ദം. ചില നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ അപ്പായി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്ക് ഉറപ്പായിട്ട് ഇതിനകത്ത് നിന്ന് കാഴ്ചനകത്ത് നിന്ന് എനർജി സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ല, വിചാരിക്കുന്ന നിനക്ക് ലൈഫ് മൂവ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള പരാതിയുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അവൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കാം ഇൻഡെപ്ത് ആയിട്ട് ഐസിസ് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാരിറ്റി, മെന്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. മെന്റൽ ക്ലാരിറ്റി മാത്രമല്ല, എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക്. പലർക്കും ഇൻഡിസിഷന്റെ എനർജി തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിറ്റി. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ഷൻ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആർക്കേഞ്ചൽ മൈക്കിൾ പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ട്. ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ക്ലാരിറ്റി, മെന്റൽ ക്ലാരിറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാർഡാണ്. ഓക്കെ, മനസ്സിൽ ക്ലാരിറ്റി ഉറപ്പായിട്ടും വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയുണ്ട്. ആ ക്ലാരിറ്റിയിലൂടെ നമ്മൾ പറയില്ലേ, പല കാര്യത്തിനെ കുറിച്ചും ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പൺ ആവുന്ന ഡോർസ് ഏതാണെന്ന് മനസ്സിലാവാത്തത്, ഓപ്പർച്യൂണിറ്റീസ് ഏതാണെന്ന് മനസ്സിലാവാത്തത്. പക്ഷേ ക്ലാരിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും, ഇത് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, ഗ്രാബ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും. ഓക്കെ, ആ ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ആ ഒരു ഗോഡസ് പ്രസൻസ് ഉറപ്പായിട്ടും അത് മാത്രമല്ല, പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച്. ഓക്കെ, സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന മെയിൻ എനർജി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മണ്ടയിൽ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ചില വീസ്മെന്റ്സ് ഒന്നും ശരിയല്ലായിരിക്കും. ഓക്കെ, നമ്മൾ ഓരോന്നും ചിന്തിച്ച് കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് പാറ്റേൺസും കാര്യങ്ങളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ്മെന്റ് ശരിയല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കറക്റ്റ് അല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിവൈനായിട്ട് ഇന്റർവീൻ ചെയ്ത് എടുത്തു കളയും. ഓക്കെ, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നമ്മൾ കുറേ നാളുകൊണ്ട് ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് അവർ നമ്മുടെ ലൈഫിൽ നിന്ന് അപ്രത്യക്ഷരായി. ഓക്കെ, അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ്, ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ഒരുപാട് ചേഞ്ചസ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഡൻ ചേഞ്ചസ് നിങ്ങളിൽ പല ആൾക്കാരുടെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി ചില ആൾക്കാർ എംപറർ ലീഡർഷിപ്പ് റോളിലേക്ക് വരുന്നു. പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയിൽ എത്തണം. ഓക്കെ, അതിൻ്റെ ആ ഒരു അടുത്ത ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കാനുള്ള മടി, എന്താവും എന്നറിയാത്തതിൻ്റെ കൺഫ്യൂഷൻ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത, നമ്മൾ പറയില്ല എന്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുൾ ആൻസർ അറിഞ്ഞിട്ടേ ചെയ്യുന്നുള്ള ആറ്റിറ്റ്യൂഡ് വേണ്ട. എല്ലാത്തിൻ്റെ എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബേബി സ്റ്റെപ്സ് വയ്ക്കുക. അതിലൂടെ നമുക്ക് ക്ലാരിറ്റി, മെന്റൽ ക്ലാരിറ്റി വരുന്നു. 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ്, ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തുനിന്ന് ഫൈനാൻഷ്യൽ അബണ്ടൻസ് കിട്ടുമോ, ഫൈനാൻഷ്യലി ഞാൻ റെഡിയാവോ, എല്ലാം ഫൈനാൻസ് ഒക്കെ ശരിയാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശരിയാകും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഗോഡസ് എനർജീസിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. മാത്രമല്ല ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇദ്ദേഹത്തിനെ കുറിച്ച്
അങ്ങനത്തെ എന്തെങ്കിലും ആളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ആള് ലൈഫിൽ അല്ലെങ്കിൽ ആള് സിറ്റുവേഷൻ വൈസ് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണോ? ഇപ്പം കാര്യം ലൈഫിൽ സീരിയസ് ആകുന്ന ഫുൾ എനർജി ഉള്ള ആളിന്റെ ഒരു പെർട്ടിക്കുലർ ആളുടെ എനർജി ഫുൾ ആണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ ഒരു പാർട്ട്ണറാക്കി സജസ്റ്റ് ചെയ്യില്ല. കാരണം അവർ നമ്മുടെ ലൈഫിൽ നമുക്കൊരു കൊമേഡിയനായിട്ട് കൊള്ളാം, കോമഡിയൊക്കെ പറഞ്ഞിരിക്കാനും കുറച്ച് മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാനും കൊള്ളാം. പക്ഷെ അവരൊരു നമ്മുടെ റിയൽ ലൈഫിൽ ഒരു പാർട്ട്ണറായിട്ട് വരണോ എന്നുള്ളത് ഒരു ഫൂൾ കാർഡിന്റെ എനർജീനെ ഞാൻ കുറച്ച് ഒന്ന് ഡൗട്ട് അടിക്കും. പക്ഷേ ഫൂളിന്റെ കോമ്പിനേഷൻ കാർഡ്സിനകത്ത് ഇതുപോലെ എംബറോ അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റിക്കിൾസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ലൈക്ക് നമുക്കൊരു സ്കോപ്പ് ഉണ്ട്. കാരണം പുള്ളി സ്പിരിച്വലി കണക്റ്റഡ് ആണ്, അതിലൂടെ ആ ഒരു സമർപ്പണ ബോധവും കാര്യങ്ങളൊക്കെ വന്ന ആളാണ് എന്നുള്ള രീതിയിൽ എനിക്കത് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ പല ആൾക്കാരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് നിങ്ങൾ എടുക്കുക. ഓ മൈ ഗോഡ്, ഈ 3 കാർഡ്സ് ഇങ്ങനത്തെ സ്റ്റക്കാണ്. ഞാൻ എന്തായാലും എടുക്കാവേ ഈ 3 കാർഡ്സ്. സോറി, ഞാൻ ചിരിച്ചു പോയതേ, ഞാൻ ഇദ്ദേഹത്തിന്റെ എനർജിയുടെ കാര്യം പറഞ്ഞു. ഈ 3 കാർഡ്സിൻ്റെ ഇടയിലായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സീരിയസ്ലി. ഞാനിപ്പോൾ ഒരു പേഴ്സണൽ റീഡിങ് കഴിഞ്ഞപ്പോഴത്തേനും എടുത്ത കാർഡ്സ് ആണ് കേട്ടോ. മേ ബി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് ആയിരുന്നിട്ടുണ്ടാവും, അത് പ്രത്യേകം മാറി ചെയ്തിട്ടുണ്ട്. ചാരിയറ്റിന്റെ കാർഡ് ട്രാവലിന്റെ കാർഡാണ്. ട്രാവൽ മാത്രമല്ല, നമ്മുടെ ഷാഡോ സെൽഫിനെ കുറിച്ച് കൂടുതലായിട്ട് ഡെപ്തിൽ അറിയാൻ, നമ്മളെ കുറിച്ച് നമ്മൾ അറിയില്ലേ, അതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ഒരു കാർഡാണ് ഈ പറഞ്ഞ പോലെ ചാരിയറ്റ്. ഞാൻ പറഞ്ഞു ഫൂൾ കാർഡിന്റെ കോമ്പിനേഷനിൽ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നാൽ നല്ല പേഴ്സൺ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നല്ലതെന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും അറിയാം, നല്ല സമർപ്പണ ബോധമുള്ള ആളാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ലൈഫിനെ കുറിച്ച് കറക്റ്റ് പാഷൻ ഉള്ള ഒരാളാണ്, ചാടിക്കയറി ഒന്നും ഡിസിഷൻ എടുക്കാത്ത ഒരാളാണ്, ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരാളാണ്, എന്താ സ്റ്റെപ്പ് വേണ്ടുന്നത്, അല്ലെ എന്താ സ്റ്റെപ്പ് എടുക്കേണ്ടത്, വേറൊരാൾക്കും കൂടെ വഴി പറഞ്ഞു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ കരുതിയ ആളാണെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി യെസ് പറയും. ആ പാർട്ട്ണറിന്റെ കൂടെ നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടായാൽ നിങ്ങൾ അത്രയും ഹാപ്പി ലൈഫ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി യെസ് പറയും. 6 ഓഫ് സോർട്സിന്റെ കാർഡ് ഉണ്ട്. 6 ഓഫ് സോർട്സ് ട്രാവൽ, ഈ 2 കാർഡ്സിനും എനിക്ക് ട്രാവൽ എനർജി കിട്ടുന്നുണ്ട്. ട്രാവൽ നിങ്ങൾ മുടങ്ങി നിൽക്കുകയായിരുന്നു, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം വേറെ ഏതെങ്കിലും സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഗോഡസ് ആർക്കെങ്കിലും നിങ്ങളുടെ പർട്ടിക്കുലർലി എന്തെങ്കിലും പറയാനുണ്ടെന്ന് നോക്കാം. ഗോഡസ് മെസ്സേജ് ആയിട്ട് ഞാനിതിനെ ആക്കാം. കാരണം ഗോഡസ് ആരാണ് വരുന്നത് അവരുടെ പർട്ടിക്കുലർ മെസ്സേജ് ആയിരിക്കും കറണ്ട് സിറ്റുവേഷന് വേണ്ടിയിട്ട്. ഗോഡസ് മെസ്സേജ് സ്പിരിറ്റ്. താങ്ക് യു. അമെത്തിസ്റ്റുകാരെ, നിങ്ങൾ ആരെങ്കിലും ഹോളി അമെത്തിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. ഡിവൈൻ ആൽക്കമിയുടെ കാർഡാണ്. മൂവ് ബിയോണ്ട് കറണ്ട് ചാലഞ്ചസ്, ഫോക്കസ് ഓൺ വാട്ട് യു ഡിസയർ. നമ്മൾ ഫോക്കസ് ഇന്റൻഷനിലെ കാർഡിലും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലൊക്കെ എനർജി കൊടുക്കുക. കാരണം എന്തിന് നമ്മൾ എനർജി കൊടുക്കുന്നു അത് നമ്മുടെ റിയാലിറ്റിയിൽ വരുന്നു. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഫോക്കസ് ഇന്റൻഷൻ തന്നെ ആയിരിക്കണം. ചില ആൾക്കാർ അമത്തിസ്റ്റ് ക്രിസ്റ്റലുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ള ആൾക്കാരാണ്. ഡൗട്ടായിരുന്നു വാങ്ങണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ ഹൈ പ്രീസ്റ്റസിന്റെ കാർഡുമായിട്ട് നിങ്ങൾ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ അമത്തിസ്റ്റിന്റെ ക്രിസ്റ്റൽ സജസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെറാപ്പിസ് ബേ അസെൻഷൻ. മൂവ് ഇൻ യുവർ ട്രൂ സെൽഫ്, റൈസ് അബോവ് ദ ഡാർക്ക്നെസ്, ദ ലൈറ്റ് ഈസ് ഹിയർ. നിങ്ങൾ ഈ ട്രൂ സെൽഫിന്റെ കേസ് ചാരറ്റ് കാർഡിനകത്ത് വരുമ്പോൾ ഇനി ഞാൻ പറയില്ല ഷാഡോ സെൽഫ്